രതീഷ് ചക്രപാണി, എൻ്റെ സംശയവും ആശങ്കയും മുമ്പോട്ട് വെക്കുന്നത് അത് എൻ്റേതല്ല, നിരവധി കോണുകളാണ്. കാരണം കോൺഗ്രസ് ഈ രീതിയിൽ ആകരുത്, കൂടുതൽ ശക്തിയോടുകൂടി എത്തണമെന്നാണ്. കോൺഗ്രസ് സമരം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിനടക്കം അടികൊണ്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. നിരവധി MP മാർ പോയിട്ടുണ്ട്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ വരെ ഇന്ന് ഉണ്ടായ ഒരു സമാന്തര സമരത്തിൻ്റെ സ്വഭാവം വിട്ട് മറ്റ് ഇടത് പാർട്ടികളും സമാജ്വാദി പാർട്ടിയും ഒക്കെ സഹകരിച്ചതുപോലെ CJPയുമായി സഹകരിച്ച് ഇപ്പോൾ SFIയും ഒക്കെ സമരമുഖം തീർത്തതുപോലെ ഒരു യോജിച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നതിന് കോൺഗ്രസിൻ്റെ ഏതോ ഒരു ഈഗോ തടസ്സമായി എന്നൊക്കെ പറയുന്നവരുണ്ട്. രോഹിത് അതിന് മറുപടി പറഞ്ഞു. പക്ഷേ അത് തൃപ്തമാണോ? ഇന്ത്യ മുന്നണി യോജിച്ച രീതിയിലാണ് ഈ സമരത്തെ കാണുന്നതെന്ന് പ്രതിപക്ഷ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അഗ്രസീവായിട്ടുള്ള സമരമാണ്. അതിന് ജന്തർ മന്ദിറിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് അത് കോൺഗ്രസ് ഒറ്റയ്ക്ക് സമരത്തെ കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം വേണ്ട. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ തന്നെ ഒരു പാർട്ടി നടത്തുന്ന ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ സമരമാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിരവധിയായി MP മാർ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഖാർഗെ ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതിൽ മെറിറ്റിൽ എല്ലാ പാർട്ടികളും ഇതിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഒന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല. നാളെ പാർലമെന്റിനകത്തും രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോരാട്ടത്തിന് തന്നെയാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തീർച്ചയായും. രതീഷ് ചക്രപാണി, എൻ്റെ സംശയവും ആശങ്കയും മുമ്പോട്ട് വെക്കുന്നത് അത് എൻ്റേതല്ല, നിരവധി കോണുകളാണ്. കാരണം കോൺഗ്രസ് ഈ രീതിയിൽ ആകരുത്, കൂടുതൽ ശക്തിയോടുകൂടി എത്തണമെന്നാണ്. കോൺഗ്രസ് സമരം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിനടക്കം അടികൊണ്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. നിരവധി MP മാർ പോയിട്ടുണ്ട്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ വരെ ഇന്ന് ഉണ്ടായ ഒരു സമാന്തര സമരത്തിൻ്റെ സ്വഭാവം വിട്ട് മറ്റ് ഇടത് പാർട്ടികളും സമാജ്വാദി പാർട്ടിയും ഒക്കെ സഹകരിച്ചതുപോലെ CJPയുമായി സഹകരിച്ച് ഇപ്പോൾ SFIയും ഒക്കെ സമരമുഖം തീർത്തതുപോലെ ഒരു യോജിച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നതിന് കോൺഗ്രസിൻ്റെ ഏതോ ഒരു ഈഗോ തടസ്സമായി എന്നൊക്കെ പറയുന്നവരുണ്ട്. രോഹിത് അതിന് മറുപടി പറഞ്ഞു. പക്ഷേ അത് തൃപ്തമാണോ? അല്ല, അത് തൃപ്തികരമല്ല. അല്ല രോഹിത്, ഞാൻ രോഹിത്തിലേക്ക് എന്ത് പോകണ്ടേ? രോഹിത്, ഇതിനകത്ത് കൈരളിയോ, ഒരു മിനിറ്റ് രതീഷ് ചക്രവർത്തി, കൈരളിയോ ഇടതുപക്ഷമോ ഇങ്ങനെ ഒന്നും അതിനകത്തേക്ക് മീൻ പിടിക്കേണ്ട സാഹചര്യമില്ല. കൂടുതൽ ശക്തിവത്തായ ഒരു ക്രിയാത്മക പ്രതിപക്ഷം രൂപപ്പെടാൻ വേണ്ട സാഹചര്യത്തിലേക്ക്, കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് പോകണമെന്ന സതുദ്ദേശത്തിലാണ് ഇത്തരം അഭിപ്രായങ്ങളെ ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ഫോർവേഡ് ചെയ്തത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ മീൻ പിടിക്കാൻ പോകണ്ട. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് ജിൻഷ. നിങ്ങൾ ആ ചർച്ചയിൽ വീണ്ടും കോൺഗ്രസ് ഒന്നും കൂടി സജീവമാകണ്ടേ, കോൺഗ്രസ് പാരലായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ വ്യാഖ്യാനം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടപെടുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏത് വിഷയത്തിലാണ് കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്? അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കോൺഗ്രസ്. ഞാൻ പറയുന്നത് തുടക്കം മുതൽ ഇന്ന് വരെയുള്ള സമരത്തിൽ ഇതിനപ്പുറത്തേക്ക് ഒരു മാനം കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചു. കാരണം ഇന്ത്യ മുന്നണിയാണ് 3 ടേമുകളായി പുറത്തു നിൽക്കുകയാണ് പ്രതിപക്ഷം. സംഘപരിവാർ അവരുടെ മത അജണ്ടയുമായി, വർഗീയ അജണ്ടയുമായി മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ആയിക്കൂടാ എന്നതാണ് ഇതിനെ നിങ്ങളെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നവരുടെ ആധാരം. അല്ല, നിങ്ങൾ മുടിഞ്ഞു പോകാനല്ല, നിങ്ങൾ നശിച്ചു പോകാനല്ല, നിങ്ങൾ കൂടുതൽ സ്വയം വിമർശനമാണല്ലോ നമ്മുടെ ജീവൻ. ഈ ചർച്ചയുടെ രൂപം അല്ല സ്വയം വിമർശനം എല്ലാവർക്കും ബാധകമാണല്ലോ. ഇന്നലെയും ഇടതുപക്ഷവും ഒറ്റയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുണ്ടല്ലോ. ഈ ചർച്ചയിലെ ശില്പമുണ്ട്, അതിന് മറുപടി പറയാം. ശില്പം ഞാൻ തിരിച്ചെത്താം. ചക്രവാണിയിലേക്ക് ഒന്ന് പോകും. ചക്രവാണി, തുടരാം താങ്കൾ. അല്ല, ജിംഷാദ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ ചർച്ചകൾ, ഈ ചർച്ച യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ ആ ലെവലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് വിചാരിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോട്ട് ചെയ്യാനല്ല, അതുകൊണ്ടാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു പാർട്ടി പോലും ആ ലെവലിലേക്ക് വരാതിരിക്കുന്നു. പാർട്ടി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്തുകൊണ്ടാണ്?
സാഹചര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പ്രതിപക്ഷം അതിൻ്റെ കൃത്യമായിട്ടുള്ള റോൾ നിർവഹിക്കാത്തതുകൊണ്ട് കൂടിയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 ഇരട്ടി, അതായത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് BJPയേക്കാൾ 3 ഇരട്ടിയായി മാറിയിരിക്കുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, കോൺഗ്രസിനേക്കാൾ ഇരട്ടിയായും അത് മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ലെവലിലേക്ക്, അതായത് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉണ്ടായിരുന്നില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം കോൺഗ്രസ് കാഴ്ചവെക്കുന്നുണ്ടോ എന്നുള്ളത് അവർ ഒരു സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടതാണ്. ഇതിന് അവർക്ക് പല ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കാരണം ഇത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് RSSൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി വാൽവായിട്ട് ഒരു പ്രഷർ ചോർത്തിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെ ഉള്ളത് അവർക്ക് പല സംശയങ്ങളുണ്ടാകും, ആശങ്കകളൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം കോൺഗ്രസ് കാണാതിരിക്കരുത്. ആ കാണാതിരിക്കേണ്ട കാര്യം 2,20,00,000 വരുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. ഈ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഗവൺമെൻറ്റിനോട് വലിയ അസംതൃപ്തി ഉണ്ടാകുന്നു. അതിൽ 14ഓളം കുട്ടികൾ മരണപ്പെടുന്നു, 22ഓളം കുട്ടികൾ മരണപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആത്മഹത്യകൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തെ ഞങ്ങൾ എന്തുകൊണ്ട് ടേക്കപ്പ് ചെയ്യാൻ വൈകിപ്പോയി എന്നുള്ളത് അവർ തീർച്ചയായും ആലോചിക്കേണ്ടതാണ്. തീർച്ചയായും ആലോചിക്കുകയും അതിന് അത്തരത്തിലുള്ളൊരു കാര്യമുണ്ടാകുമ്പോൾ സാധാരണ ജനത്തിൻ്റെ, ഞാൻ പറയുന്നത് നാളെ ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ആ സാധാരണ ജനത്തിൻ്റെ ഒരു പ്രശ്നം അത് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നു, ഞങ്ങൾ അതിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കുന്നതിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിദാരുണമായി പരാജയപ്പെടുകയാണ് അവിടെ ഏറ്റവും ആദ്യമേ തന്നെ ചെയ്തത്. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വന്നു, അവർക്കെതിരെയുള്ള സമരത്തെയും അവരെ അടിച്ചമർത്താനുള്ള പ്രക്ഷോഭത്തെയും ഒക്കെ തന്നെ ചെറുക്കാനായിട്ട് രാഹുൽ ഗാന്ധി മുൻപിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.